അതായത് അയോധ്യയിൽ താമസിച്ച ഒരു ഹോട്ടലാണ്. നല്ല ഹോട്ടലാണ്. അത് ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ഇച്ചിരി അകത്താണ്. ഒരു ഗ്രാമീണ മേഖലയാണ്. ആ ഗ്രാമത്തിലാണ് നമ്മൾ. ഇപ്പോൾ ഈ ഗ്രാമം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഇച്ചിരി അകത്തേക്ക് കയറിയൊരു സ്ഥലം. അവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മുടെ നാട് പോലെ തന്നെയൊക്കെ ഒരു നല്ല ലുക്കൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ വടക്കൻ ജില്ലകളിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന പോലെ ഒരു സംഭവമൊക്കെ കാണാം. ഇതൊരു പഴയ തൊഴുത്താണ് അവരുടെ. ഇപ്പോൾ അവരത് വിറക് വരെയൊക്കെ ആക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അത് പുല്ലുകൊണ്ടൊക്കെ മേഞ്ഞ് നമ്മൾ പണ്ടൊക്കെ ജീവിച്ച പോലെ. പണ്ടൊക്കെ ജീവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ ഉള്ള പുല്ലുമേഞ്ഞ വീട്ടിലൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട്. നമുക്ക് ധാരാളം നമ്മുടെ മലയോര മേഖലകളിൽ, പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലൊക്കെ ഇഷ്ടം പോലെ ഇതുപോലെ പുല്ലും ഈറ്റയും ഇല്ലിയും ഉപയോഗിച്ച് പണിത വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഹോട്ടലുകാരല്ല, തൊട്ടടുത്തുള്ളൊരു വീട്ടുകാർ വിറക് സ്റ്റോക്ക് ചെയ്തേക്കുന്ന അവിടെ. നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇതൊന്നും ഇപ്പോഴത്തെ പുതിയ ഇതായി കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി. ഞാൻ എൻ്റെ ഒരു പഴയ ഓർമ്മയിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചാണകം ഉണങ്ങി ചാണകം ഉണങ്ങി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചാണകം ഒട്ടായി ഉണങ്ങി വെച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇത് വിറകാണ്. വിറകുമുണ്ട്. ഇത് കണ്ടോ, ഇത് ചാണകമുണ്ടേ. ചാണകം ഉണങ്ങി വെച്ചേക്കുന്നത്, സ്റ്റോക്ക് ചെയ്തേക്കുന്നത്. കൊള്ളാം. അപ്പോൾ പശുവിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഒന്നും കളയുന്നില്ല. ഇത് കണ്ടോ, എന്തോരം ചാണകം ഉണങ്ങി വെച്ചേക്കണേ നോക്കി. അപ്പോൾ അയോധ്യയിൽ വന്നപ്പോൾ ഇങ്ങനെ ഒന്ന് കാഴ്ചയും കാണാൻ പറ്റിയത് നന്നായി. ഇത് കത്തിക്കാൻ നല്ല ചൂടാണ്. നമ്മുടെ നാട്ടിൽ ഇത് പണ്ടൊക്കെ അല്ലേ ഈ അടുത്ത കാലത്തൊക്കെ ഉപയോഗിക്കുന്നത് ചാണക വരളി എന്നാണ് പറയുന്നത്. ചാണക വരളിയുടെ ചൂട് ചൂടാണെന്ന് കവിതയിൽ പോലും പറഞ്ഞ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് മണികൾ എന്നൊരു കവിതയിലും ചാണക വരളിയെ കുറിച്ച് ONV എഴുതിയേക്കുന്നത് ഞാൻ വായിച്ചു. അപ്പോൾ ചാണകവരളി നല്ല ഭംഗിയായിട്ട് അടുക്കി ഉണങ്ങി വെച്ചിരിക്കുകയാണ്. കൊള്ളാം. പിന്നെ ഇവിടെ ഇതെന്തൊരു തെങ്ങല്ല, തെങ്ങ് പോലത്തെ ഒരു മരം. തെങ്ങല്ല, ഇതൊരു പനയുമല്ല. എന്നാൽ ഈന്തിൻ്റെ പോലെയൊക്കെ ഷേപ്പ്. എൻ്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഇലയൊക്കെ ഈന്ത് പോലെ തോന്നുന്നേ. നമുക്ക് നോക്കാം. അപ്പോൾ എന്തോ ഒരു പന, എന്തെങ്കിലും ആട്ടെ. അതിൻ്റെ തടി തെങ്ങ് പോലെയൊക്കെ തോന്നുന്നു കേട്ടോ. തൊഴുത്തുണ്ട്. അവരുടെ ഏറ്റവും വലിയ വാഹനം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഇന്നോവ ഇടുന്ന പോലെയാണ്. ഇതാ നോക്കൂ, ഒരു ട്രാക്ടർ ഇട്ടിട്ടുണ്ട്. ആ കാണുന്നോടത്തും കുറച്ച് ചാണകം ഉണങ്ങി വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഒരു മൺവീടാണ്, പഴയൊരു മൺവീട്. ഒരു പഴയ ലുക്ക്, ഒത്തിരി പഴയ ലുക്ക് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഗ്രാമത്തിലൂടെ അങ്ങ് പോകും കേട്ടോ. എവിടെ നോക്കിയാലും ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ ആൽമരവും ക്ഷേത്രവും. അവരുടെ വണ്ടിയുടെ ഓണടിയാണെങ്കിൽ കഠോരമാണ്. ചുമ്മാ ആവശ്യമില്ലാതെ ഒക്കെ ഓണടിച്ചങ്ങ് ബഹളം ഉണ്ടാക്കുകയാണ്. എന്തിനാണാവും. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബ്ലോക്ക് കിട്ടിയേ. ഈ പോകുന്ന മുഴുവൻ ഓട്ടോറിക്ഷയാണ്. ഓരോ റിസോർട്ടിൽ നിന്നും ഓരോ ലോഡ്ജിൽ നിന്നും നമ്മൾ പിക്ക് ചെയ്യാൻ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഓട്ടോറിക്ഷയാണ്. നല്ല ബ്ലോക്കാണ് അവിടെ നിന്ന് വന്നേക്കുന്നത്. ട്രാക്ടറല്ല, അതിൻ്റെ അപ്പുറയും ബ്ലോക്കുണ്ട്. ഇപ്പോൾ ചായക്കടയുണ്ട്. ചായക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചായ നമുക്ക് അത്ര രുചികരമല്ല. പക്ഷെ നല്ല പാലൊക്കെയാണ്. പക്ഷെ അതിനകത്ത് ഇഞ്ചി ചേർക്കും ആ ചായക്കകത്ത്. എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടമല്ല. നമ്മൾ തനത് ചായയുടെ അതേ രുചിയിൽ കഴിക്കാനാണ് ആഗ്രഹം. പക്ഷെ ഒരു 50 മില്ലി ചായ ഏറ്റവും കൂടിയാൽ കിട്ടും. അതിൽ കൂടി കിട്ടില്ല. നമുക്കവിടെ സാധാരണ ഒരു ഗ്ലാസ് ചായയാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ചായ നമ്മൾ കുടിക്കുമ്പോൾ അവിടുത്തെ ചായയെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 ചായയെങ്കിലും കുടിച്ചെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പറ്റും. നിരവധി നമ്മുടെ നാട്ടിൽ പെരുമ്പാവൂർ എന്ന സ്ഥലത്ത് ഈ ബംഗാളികൾ ധാരാളം കാണുന്നില്ലേ? ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. UP-ൽ ഇവിടെ കെട്ടിടം പണിക്കും അതുപോലുള്ള മറ്റ് ജോലികൾക്കുമായിട്ട് ഇത് ഇവരുടെ പൊതു സ്വഭാവട്ടെ. കൂട്ടം കൂടി നിന്ന് തമ്പാക്ക് വയ്ക്കുക, ഇങ്ങനെ പണിക്ക് വേണ്ടി നിൽക്കുക. അതുകൊണ്ട് ഇവരെല്ലായിടത്തും ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ സ്വഭാവമാണ് അവിടെ നിന്ന് കാണിക്കുന്നത്. ഒരു മനുഷ്യക്കോലമുള്ള ഒരൊറ്റ ഓട്ടോറിക്ഷ ഈ ടൗണിലോ
ഈ പ്രദേശത്തോ ഇല്ല. എല്ലാം കട്ടുമുട്ടു എന്നുള്ള ഓട്ടോറിക്ഷകളും, ഒന്നിനുമില്ല പെയിൻറ്, ഇളകി പറയാത്ത സാധനങ്ങൾ. അത് ഈ വണ്ടി ഇവർ ഒരു കാരണവശാലും സൂക്ഷിക്കുന്നില്ല. ചുമ്മാ യാത്ര ചെയ്യുമ്പോൾ പുറയിൽ വന്ന് കൊണ്ട് കുത്തിക്കയറ്റുക, കുത്തുക. 1-2 ഓട്ടോകൾ ഈ വണ്ടിയെ തന്നെ വന്ന് ഇന്നലെ ഇടിക്കുന്ന കണ്ടു. ഇടിച്ച് കയറ്റുവാണ്. അവർക്ക് ഒരു മയവും ഇല്ല. മിക്ക ബൈക്കുകളുടെ കണ്ണാടി പോലും ഓടിച്ച് പറിച്ച് തിരിച്ചു വെച്ചിരിക്കുകയാണ്. അയോധ്യയുടെ തൊട്ട് പ്രാന്തപ്രദേശത്തൊക്കെ ഈ ഇതുപോലുള്ള ചെറിയ ചെറിയ മന്ദിരങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളൊക്കെ പണിയുന്നുണ്ട്. ഇതെല്ലാം പണി പൂർത്തിയാകുമ്പോഴത്തേക്കും വലിയൊരു ബൃഹത് സിറ്റിയായി മാറും, ഒരു സംശയവുമില്ല. അങ്ങനെ നമ്മൾ അയോധ്യയുടെ കവാടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ അയോധ്യയാണ് കാണുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അമ്പലത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം. ഗുഡ് ബൈ.